ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ജയിൽ മോചനം കിട്ടിയ പോലെ എല്ലാവരും വെടി കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയിരുന്നു. ആ സമയത്ത് ഒരു ടുക്ടുക്കി കയറിയാണ് ആ സ്പോട്ടിലെത്തിയത് നമ്മൾ. പിന്നെ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തു, വെയിറ്റ് ചെയ്ത് ടിക്കറ്റ്സൊക്കെ കിട്ടി. അകത്ത് ചെന്നാൽ നമുക്ക് ഓരോ രാജ്യത്തിനും ഓരോ പവലിയൻ കാണാം. ഇങ്ങനെ നടക്കുമ്പോൾ ബലൂണും പിന്നെ കുറേ അറബി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഏത് രാജ്യത്തിൻ്റെ പവലിയനിലേക്കാണ് കയറിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു സിറിയ എന്തോ ആയിരുന്നു. തനതായ അറബ് വേഷങ്ങളും പിന്നെ കുറേ ജ്വല്ലറി. സത്യം പറഞ്ഞാൽ അറബ്സ് ആർ സോ ഒബ്സസ്ഡ് വിത്ത് ജ്വല്ലറീസ്. പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ബക്ലാവ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അവരുടെ കൈൻഡ് ഓഫ് സ്പൈസസ്, അവരുടെ കൈൻഡ് ഓഫ് പിക്കിൾസ്, ഒലിവ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് കാണാം. വാങ്ങാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോക്കറ്റ് നിറയെ കാശായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റർ വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിരുന്നു ആ മനുഷ്യൻ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ആവേശമാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് പുള്ളിയുടെ വർക്ക്സ്. അത് കുറേ നേരം ഞാൻ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഞാൻ അമേരിക്കാസ് കണ്ടത്. അമേരിക്കാസിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് യൂറോപ്പും ഉണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് അമേരിക്കാസിൽ കയറാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് കണ്ട പോലെ കുറേ സ്റ്റോൾസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഈ വ്യക്തിയാണ്. തനതായ റെഡ് ഇന്ത്യൻസ്, അതായത് ഇൻഡിജീനിയസ് അമേരിക്കൻസിൻ്റെ ഒരു ക്ലോത്തിങ്ങിൽ നിൽക്കുന്ന മനുഷ്യൻ. ആ പുള്ളിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക. എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുകയാണ്. പിന്നെ കുറേ ഗിഫ്റ്റ് സ്റ്റോഴ്സ്. ഭയങ്കര രസമായിരുന്നു ഗിഫ്റ്റുകളൊക്കെ കാണാനായിട്ട്. നമുക്ക് വാങ്ങാനായിട്ടൊക്കെ തോന്നും. പിന്നെ ഇങ്ങനെ ഒരു ഡാൻസ്, ഇതിന് മരിയാച്ചി ഡാൻസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഡാൻസൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ചൈനയെ റെപ്രസെൻ്റ് ചെയ്തുള്ള ഷോപ്സാണ്. ചൈനയുടെ പവലിയനിൽ അവിടെ കയറിയപ്പോൾ എല്ലാ ഐറ്റംസും, ചൈന ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും കുറേയൊക്കെ ഐറ്റംസ് റെപ്പിറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട്. പിന്നെ അതുമൊക്കെ നമ്മളിങ്ങനെ കണ്ടു. ഇവിടെയും എനിക്ക് ഭയങ്കര അത്ഭുതകരമായൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ നേരെ പോയത് ജപ്പാൻ്റെ പവലിയനിലേക്കാണ്. അവിടെ ഫസ്റ്റ് കണ്ടത് ഈ ചീസ് കേക്ക്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഒരു ചീസ് കേക്ക് വാങ്ങിച്ചു തരുമോ. അങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്കൊരു ചീസ് കേക്ക് വാങ്ങിച്ചു തന്നു. അന്യായ വിലയാണ്, പക്ഷേ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കുറേ നാൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അതിനുശേഷം അവിടുത്തെ ജപ്പാൻ്റെ ട്രഡീഷണൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറേ നേരം നമ്മൾ കണ്ടു നിന്നു. സത്യം പറഞ്ഞാൽ 2-3 പവലിയനിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ ടയർഡായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.